ഇന്ന് എന്താ SSC CGL 2024 ടയർ 1 ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 11/9/2024 നടന്ന് എന്താണ് ഷിഫ്റ്റ് 1 ആണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാത്സിലെ എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ എന്തായത് ABCD എന്ന് പറയുന്നത് റോംബസ് ഉണ്ട്. റോംബസിൻ്റെ എന്താണ് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, ആംഗിൾ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. എല്ലാ സൈഡും 90 ഡിഗ്രി വരുന്ന റോംബസ് ആണ് എന്ത് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റോംബസ് ആണ്. അപ്പോൾ എല്ലാ ഡിഗ്രി വ്യത്യാസം ഉണ്ടാവും, എല്ലാ ആംഗിളും വ്യത്യാസം ഉണ്ടാവും. അപ്പം O is any interior point such that OA equal to OC. What is 5/9 of the degree measure of DOB എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ O എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, OA ഈക്വൽ ടു OC എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്താണ് ഇത് മിഡ് പോയിന്റ് ആയിരിക്കും. OD ഈക്വൽ ടു OBയും വരും. ഇപ്പോൾ ഇവിടെ ആംഗിൾ DOB എന്ന് പറയുന്നുണ്ടാവും, ഇത് 180 ഡിഗ്രി ആവും. കാരണം എന്തായാലും റോംബസിൻ്റെ പ്രോപ്പർട്ടിയാണ്. കാരണം ഡയഗണൽ OA ഈക്വൽ ടു OC ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആവുമ്പം റോംബസിൻ്റെ ഡയഗണൽ എന്താണ് 90 ഡിഗ്രിയാണ് അത് ഇൻ്റർസെക്റ്റ് ആവുക. അത് റോംബസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇനി എന്താണ് 180യുടെ 5/9 അങ്ങ് എടുത്തിട്ടാൽ മതി. അപ്പോൾ എത്രയാണ് 20 വരും, 100 ആണ് ആൻസർ വരിക. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് പരീക്ഷ എഴുതി, 30 പേരാണ് മൊത്തം പരീക്ഷ എഴുതി. 12 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 62 ആണ്. ആൻഡ് റെസ്റ്റ് എത്രയാണ്, ബാക്കി 18 പേരുടെ ആവറേജ് 62 ആണ്. വാട്ട് ഈസ് ദ ആവറേജ് സ്കോർ ഓഫ് ദ ഗ്രൂപ്പ് എന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ അലിഗേഷൻ ചെയ്യാം. അതായത് 12 പേരുടെ ആവറേജ് 12:18, 12 പേരുടെ ആവറേജ് 62 ആണ്. 18 പേരുടെ ആവറേജ് എന്താണ് 62 തന്നെയാണ്. നടുക്ക് വരുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് റേഷ്യോ നോക്കുമ്പോൾ എത്രയാണ്, 6, 3, 1, 2 വരും. അല്ല 1, 2 വരില്ല. 6, 3s are 80. 6 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്, 6 2s are 12, 6 3s are 80. പിന്നെ അടുക്കത്തേത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, 62 × 2 പ്ലസ് 62 × 3 ഡിവൈഡഡ് ബൈ 3 2 5. ഇവിടെ 62 × 2 ചെയ്യുമ്പോൾ എത്രയാണ് 124 പ്ലസ് 62 × 3 ചെയ്യുമ്പോൾ എത്രയാണ് 124 കൂടെ ഒരു 62 കൂടെ കൂട്ടണം. എന്ന് പറഞ്ഞാൽ എത്രയാണ് 186 വരും. 186 ഡിവൈഡ് ബൈ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 310 വരും. 310 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ് 62 എന്ന് വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്തായത് 62 എന്ന് വരും. 62 വന്നാൽ ഈ 2:3 വരില്ലല്ലോ, എവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ കറക്റ്റായിട്ട് ആൻസർ കിട്ടി. അങ്ങനെ അതെന്തുകൊണ്ടാണ് എനിക്കിപ്പം മനസ്സിലായി. അതായത് ഇപ്പം 62 ഇവിടെ 62 വന്നു, ഇവിടെ 62 വന്നു. ആവറേജ് എന്താണ് 62 തന്നെയാണ്. അപ്പം ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ 0:0 വരും. അതിനർത്ഥം എന്താ, ഈ രണ്ട് ഭാഗത്തും പിള്ളേരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ എന്താ 0:0 അല്ല. അത് അലിഗേഷൻ്റെ ഒരു ഗ്ലിച്ചാണ്. ഗ്ലിച്ച് മീൻസ് ഒരു പോരായ്മയാണ്. പോരായ്മയല്ല, അലിഗേഷൻ നമ്മളെന്താണ് ഒരു വിഷ്വലി നമ്മളത് ചെയ്യുന്ന രീതിയാണ്, മെത്തേഡാണ്. ഇവിടെ 0:0 വന്നതിൻ്റെ അർത്ഥം എന്താണ്, എനി റേഷ്യോ ഓഫ് ദ സ്റ്റുഡൻറ്റ്സ് വിൽ റിസൾട്ട് ആവറേജ് 62 ആണ്. അതിനർത്ഥം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ 10,000 സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിലും എന്താണ് 2 പേരുടെ ആവറേജ് 62 ആണെങ്കിൽ
മൊത്തം ആവറേജ് എന്താണ് 62 അല്ലാതെ വേറെ ഒന്നും വരാൻ പാടില്ല. എപ്പം ഈ 0:0 വന്നാൽ അതാണ് ഈ 0:0 എന്ന് പറയുന്ന റേഷ്യോ സൂചിപ്പിക്കുന്നത്, അല്ലാതെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനും എന്താണ് ChatGPTയോട് ചോദിച്ചാണ് അത് കണ്ടുപിടിച്ചത്. അതിനർത്ഥം എന്താണ്, ഇവിടെ 62 വന്നു, ഇവിടെ 62 വന്നു, ഇവിടെ 62 ആയിരിക്കണം എന്നല്ല. എന്ത് വരുമ്പം 0:0 റേഷ്യോ ഡിനോമിനേറ്ററായിട്ട് വരുമ്പം, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇതായിട്ട് ഇങ്ങനെ വരുമ്പം എന്താണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രാധാന്യം ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ എന്താ, ഡിസോണസ്റ്റ് മർച്ചൻറ്റ് സെൽസ് ഹിസ് ഗ്രോസറി യൂസിങ് വെയിറ്റ് ലെസ് ദാൻ 12% ദാൻ ആക്ച്വൽ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 10%. ഫൈൻ ഹീസ് ടോട്ടൽ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ 12% എങ്ങനെ എഴുതുന്നത്, 12% 12/100 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എന്താ 6/50 3/25. ഇതിനർത്ഥം എന്താ, 25 രൂപയുടെ സാധനം, അല്ല 25 കിലോ ആട്ടോ. 25 കിലോ എന്ന് പറഞ്ഞ് ഇയാൾ കൊടുക്കുന്നത് എത്രയാണ്, 3 കുറച്ച് 22 കിലോ കൊടുക്കുന്നത്. അതായത് 25 കിലോ എന്ന് പറഞ്ഞാൽ ഇയാൾ 22 കിലോ ആണ് കൊടുത്തു വിടുന്നത് എല്ലാവർക്കും. ഇത് കിലോയിലാണ്. അപ്പോൾ ഇതിന് പൈസയിലേക്കൊക്കെ എന്താ ചെയ്യണ്ടേ, സിമ്പിളാണ്. 1 കിലോയ്ക്ക് 1 രൂപ എന്ന് എടുത്താൽ മതി. 1 കിലോയ്ക്ക് 1 രൂപ എന്ന് എടുത്താൽ മതി. അപ്പോൾ പൈസയിലായിക്കോളും. 25 രൂപയായി, 22 രൂപയായി. ഇനി ഇയാളുടെ വെയിറ്റിൽ കൃത്രിമം കാണിക്കുന്ന കൂടാതെ എന്താണ്, ഒരു 10% കൂട്ടി എടുക്കുന്നത്. അപ്പോൾ 25 രൂപയാണ് 10% കൂട്ടുമ്പോൾ എത്രയാണ്, 25-ൻ്റെ 10% എടുക്കുമ്പോൾ 2.5. 25 കൂട്ട് കൂട്ടുമ്പോൾ 27.5 രൂപയ്ക്കാണ് ഇയാൾ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നത്. ഞാനൊന്നുകൂടെ പറയാം. ആദ്യം ഇയാൾ വെയിറ്റിൽ കള്ളത്തിന് കാണിക്കുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് അയാൾ 10% കൂട്ടിയും കൂടി വിൽക്കുന്നത്. അങ്ങനെ വിൽക്കുമ്പോൾ ഉള്ള ടോട്ടൽ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 22-ന് 27.5 എത്രയാണ്, 5.5 രൂപ കൂടുതലാണ്. ഡിവൈഡഡ് ബൈ എത്രയില്ല, ഇതിൽ 22 അയാൾക്ക് മൊത്തം മൊത്തം 22 രൂപയുടെ സാധനം അയാൾക്ക് മൊത്തം പോകുന്നുള്ളൂ പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ അതാണ് പുള്ളിയുടെ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പം 5500 ഡിവൈഡ് ബൈ 22 ചെയ്യുമ്പോൾ എത്രയാണ്, 5500 550 അല്ലേ, 550 ഡിവൈഡ് ബൈ 22 ചെയ്യുമ്പം 25 എന്ന് കിട്ടും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ, പെരിമീറ്റർ ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ 36 യൂണിറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഇറ്റ്സ് ഏരിയ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ്. എന്താ, 3a വാല്യൂ ആണ് തന്നേക്കുന്നത്. എത്രയാണ്, 36. എയുടെ വാല്യൂ എത്രയാണ്, 12. ഈ എ എന്ന് പറയുന്നത് ഒരു സൈഡാണ്. അപ്പം സൈഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, √3/4 a² ആണ്. അതായത് √3/4 × 12 × 12 3 ആയി. 12 3 36 √3 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. sec35 cosec 55 മൈനസ് cos 25 sin 65 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്താ, കോ ഫങ്ഷൻസാണ്. സീക്കും കൊസീക്കും കോ ഫങ്ഷൻസാണ്. അവരുടെ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്, 55 35 കൂടെ കൂട്ടി എത്രയാണ്, 50 30 80 10 90 വരും. അപ്പം കോ ഫങ്ഷൻസിൻ്റെ സമ്മ് 90 വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ്, 1 വരും. ഇവിടെ 1 വരും. ഇതുപോലെ കോസും സൈനും കോ ഫങ്ഷനാണ്. അവരുടെ ആംഗിള് സമ്മ് എത്രയാണ്, 65 35 കൂടെ കൂട്ടിയാൽ 1, 65 35 കൂട്ടിയാൽ 90 വരും. ഇവിടെ 1 വരും. 1 - 1 0. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ.
അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ 2√10 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് എക്സ് ക്യൂബ് മൈനസ് 1/x³ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ ആണ് 2√10 തന്നേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എക്സ് മൈനസ് 1/xൻ്റെ വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ എക്സ് ക്യൂബ് മൈനസ് 1/x³ വാല്യൂയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് എക്സ് പ്ലസ് 1/xന്ന് എങ്ങനെയാണ് എക്സ് മൈനസ് 1/xലേക്ക് എത്താൻ പറ്റുന്നത്? അതായത് എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ എ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് 1/xൻ്റെ വാല്യൂയിലേക്ക് എത്താൻ √(a² - 4) ചെയ്താൽ മതി. 2√10ൻ്റെ സ്ക്വയർ ഇടുമ്പോൾ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു √10ൻ്റെ സ്ക്വയർ 10 വരും -4. അതായത് 40 - 4 36 വരും. √36 എന്നുള്ള എന്താണ്? 6 ആണ്. അതായത് എക്സ് മൈനസ് 1/xൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ എക്സ് മൈനസ് 1/xൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എക്സ് ക്യൂബ് മൈനസ് 1/x³ വാല്യൂ എങ്ങനെയാണ് പിടിക്കുന്നത്? അപ്പോൾ എക്സ് മൈനസ് 1/xൻ്റെ വാല്യൂ എ ആണെന്നുണ്ടെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1/x³ വാല്യൂ കിട്ടാൻ എന്താ a³ + 3 ചെയ്താൽ മതി. അതായത് 6 ക്യൂബ് എത്രയാണ്? 216. 216 3 219. ഇവിടെ 3a ഉണ്ട് കേട്ടോ. അപ്പം 216 + 3 × 6 ചെയ്യുമ്പോൾ 18 വരും. 216 10 226. 226 8 234 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ a sin³ x + b cos³ x എന്ന് പറയുന്നത് = sin x cos x ആണ് തന്നിട്ടുണ്ട്. അതുപോലെ a sin x = b cos x ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a² + b². ഫൈൻഡ് ദ വാല്യൂ ഓഫ് a² + b² പ്രൊവൈഡഡ് അറ്റ് x is neither 0 or 90. ചെയ്യാനുള്ള ലിങ്ക് എന്താ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. sin x = cos x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. sin x ഉം cos x ഉം ഈക്വൽ ആവുന്ന എപ്പോഴാണ്? 45 ഡിഗ്രിയിലാണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 45 ആണ് കിട്ടി. ഇവിടെ sin 45 എന്നുള്ളത് എന്താണ്? sin 45 എന്നുള്ളത് 1/√2 ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് a × sin³ 45. അപ്പം ഇതിൻ്റെ ക്യൂബ് വരും പ്ലസ് p × 1/√2ൻ്റെ ക്യൂബ് പിന്നെയും വരും. ഈക്വൽ ടു എന്താണ്? 1/√2 × 1/√2 ആണ്. ഇത് 1/√2ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ എത്രയാണ്? 1/2√2 വരും. അതായത് a × 1/2√2 പ്ലസ് b × 1/2√2 എന്ന് പറയുന്നത് എന്താണ്? √2 വരും. അപ്പം 2 കട്ട് ചെയ്ത് പോവും. a + bയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? √2 വരും. a + bയുടെ വാല്യൂ കിട്ടി. ഇനി a sin x = b cos x-നകത്ത് ഞാൻ 45 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? a × 1/√2 = b × 1/√2 എന്ന് വരും. അപ്പം 1/√2 കട്ട് ചെയ്ത് പോയി a = b എന്ന് കിട്ടും. അപ്പം a = b ആണെങ്കിൽ എനിക്കെന്താ ഇവിടെ ഈ ബിക്ക് പകരം a കൊടുക്കാൻ പറ്റില്ലേ? അപ്പം 2a = √2 എന്ന് വരും. a = എന്താണ്? √2/2 വരും. കട്ട് ചെയ്ത് പോകുമ്പോൾ എത്രയാണ്? 1/√2 ആണ് എയുടെ വാല്യൂ. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. 1/√2 ആണ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? a² + b² കാണാൻ എന്താ? 1/√2² + 1/√2² ചെയ്താൽ മതി. എത്രയാണ്? അപ്പം 1/2 + 1/2 1 എന്ന് വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ടു ബി ആഡഡ് ടു 999 സോ ദാറ്റ് 99 ഡിവൈഡ്സ് ദ സം എക്സാക്ട്ലി എന്ന് ചോദിച്ചത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം എന്താ?
ഇത് 99 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? 990 വരും. പിന്നെ 999 ആവാൻ എന്താണ്? ഒരു 9 കൂടെ ആഡ് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഇവിടെ റിമൈൻഡർ എത്രയാണ്? 9ആണ്. 990 വരെ 99ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട്, പിന്നെ ഒരു 9 ഉണ്ട്. ഇനി അടുത്ത 99ൻ്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ എത്രയാണ്? 90ഉം 9 കൂടെ കൂട്ടുമ്പോഴാണ് 99 വരുന്നത്. അപ്പം ആൻസർ എത്രയാണ്? 90ആണ് വരുന്നത്. അതായത് 999 പ്ലസ് 99 കൂട്ടുമ്പോൾ 1098 വരും. ഇതെന്ന് പറയുന്നത് എത്രയാണ്? സോറി, അങ്ങനെയല്ല. 999 ഓൾറെഡി ഇവിടെ 9 റിമൈൻഡർ ഉണ്ട്, അതിൻ്റെ കൂടെ 90ആണ് കൂട്ടുന്നത്. അപ്പോൾ എത്രയാണ്? 1089 വരും. ഈ 1089 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ 99 × 10 ചെയ്തു. ഇത് 99 × 11 ആണ്. അതാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ദ ഇൻട്രസ്റ്റ് ഒക്കോർഡ് ഓൺ എ സം ഓഫ് 16,000 ലെൻഡ് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 14 per annum for the time in those many years, which gives a simple interest of 3/5 of a certain sum at 10% per annum is. മനസ്സിലായില്ല. അതായത് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള സം ഓഫ് 16,000 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നല്ലേ. അവിടെ ടൈം തന്നിട്ടില്ല. വിച്ച് ഗിവ്സ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 3/5 ഓഫ് ദ സെർട്ടൺ സം. ഓക്കെ, അതായത് ഈ രണ്ടാമത്തെ കണ്ടീഷൻ വെച്ച് നമ്മൾ ടൈം കണ്ടുപിടിക്കണം. ഇവിടെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 3/5 ഓഫ് എ സെർട്ടൺ സം അറ്റ് 10% ആണെന്ന് പറഞ്ഞത്. അതായത് 16,000ൻ്റെ 3/5 ആയിരിക്കണം ഇൻട്രസ്റ്റ്. ഈക്വൽ ടു സം എത്രയാണോ? 16,000 തന്നെയല്ലേ ആയിരിക്കും. 16,000 × 10/t × 100. ഇതിനൊന്ന് ടി കണ്ടുപിടിക്കണം. അപ്പോൾ 16,000 / 5 ചെയ്യുമ്പോൾ എത്രയാണ്? 3,200 വരും. 3,200 × 3 ചെയ്യുമ്പോൾ 9,600 വരും. 9,600 ഈക്വൽ ടു 1,600 ഇൻറ്റു ടി വരും. വെട്ടിപ്പോയി 0 വെട്ടിപ്പോയി. ടി ഈക്വൽ ടു എത്രയാണ്? 96 / 16 വരും. എത്രയാണ്? 6 കിട്ടും. 6 വർഷമാണ് ടൈം പീരീഡ്. ഈ 6 വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ മതിയായിരിക്കും. അതായത് 16,000 × 6/100 ചെയ്യുമ്പോൾ എത്രയാണ്? 14 × 6 ചെയ്യുമ്പോൾ 6 + 24 വരും. 4 × 6 ചെയ്യുമ്പോൾ പിന്നെ 24 വരും. 4 ആയി യൂണിറ്റ് ഡിജിറ്റ്. 4 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന 13,440. ഒന്ന് കൺഫേം ചെയ്തോട്ടെ. 14 × 6 × 16 ഇല്ലേ? ഓക്കെ, 13,440 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അപ്പോൾ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. The combined average production of company A and C is what percentage more or less than the combined average production of the production for 4 years of company B and D. അപ്പോൾ എയും സി ബിയും ഡിയും. അപ്പോൾ എയും സി എടുക്കുമ്പോൾ ആദ്യം എ ആൻഡ് സി എടുക്കുമ്പോൾ ആദ്യം എ എല്ലാം കൂട്ടിയെടുക്കാം. അപ്പോൾ 60, 90, 150, 300, 300 അല്ല 60, 90, 150, 140 കൊള്ളല്ലേ. 290,
290 510 വരും. എ എന്താണ്? 510 വരും. ഇനി അതുപോലെ സി എടുക്കണം. സി എടുക്കുമ്പോൾ 50 190 എത്രയാണ്? 240 240 240 100 340 80 എത്രയാണ്? 420 250 കൂട്ടുമ്പോൾ എത്രയാണ്? 670 വരും. സി എത്രയാണ്? 670. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുക്കുമ്പോൾ എത്രയാണ്? 78 6 5 11. ഇതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പം എത്രയാണ്? 1180 / 8 വരും. അപ്പോൾ എത്രയാണ്? 818 റിമൈൻഡർ 3 38 32 റിമൈൻഡർ പിന്നെ 6 7 8 56. അപ്പം 56 റിമൈൻഡർ 4 147 പോയിൻ്റ് വരും. 540 അല്ലേ? അപ്പം 147.5 വരും. ഇതുപോലെ ബി ആൻഡ് ഡി എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 70 100 170 150 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 320 വരും. 320 210 കൂടെ കൂട്ടി 530 വരും. ഇനി ഡി കൂട്ടുമ്പോൾ എത്രയാണ്? മഞ്ഞ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 120 170 കൂടെ കൂട്ടി എത്രയാണ്? 100 200 220 220 70 290 പ്ലസ് 200 കൂടെ കൂട്ടി എത്രയായി? 390 490 260 കൂടെ കൂട്ടി 750 വരും. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 0 8 12 80 വരും. ഇത് ഡിവൈഡ് ബൈ 8 വരണം. ഇതിൻ്റെ ആവറേജ് എത്രയാണ്? 1280 ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ 160 അതിൻ്റെ ആവറേജ് വരുന്നത്. ഇനി ചോദിച്ചേക്കുന്നത് എ ആൻഡ് സിയെ സംബന്ധിച്ച് ബി ആൻഡ് ഡി എന്തുമാത്രം വലുതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 147 - 160 ചെയ്യുമ്പോൾ എത്രയാണ്? നമ്മളുടെ വ്യത്യാസം 12.5 ആണ്. അപ്പം 12.5 ഡിവൈഡ് ബൈ അടി വരുന്നത് 147.5 ഇൻറ്റു 100 ചെയ്താൽ ഉത്തരം കിട്ടി. സോറി, ഇവിടെ എന്താ 147.5 അല്ല വരുന്നത്, ഇവിടെ താഴെ വരുന്നത് 160 വരുന്നത്. കാരണം എന്താ? എ ആൻഡ് സി ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ദാൻ ദ കമ്പൈൻഡ് ആവറേജ് ഓഫ് ബി ആൻഡ് ഡി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബി ആൻഡ് ഡി താഴെ വരത്തുള്ളൂ. ഇവിടെ 0 കട്ട് ചെയ്ത് പോയി 125 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതിയാവും. 125 ഡിവൈഡ് ബൈ 16 ചെയ്താൽ മതിയാവും. 16 × 10 ചെയ്താൽ എത്രയാണ്? 160 വരും. 160 ഉള്ള സ്കോപ്പില്ല. അപ്പം 16 × 8 ചെയ്താൽ എന്തോരം വരും? 128 വരും. ഇപ്പോൾ 16 × 8 പോകത്തില്ല. അപ്പം 16 × 7 പോകത്തുള്ളൂ. ചെയ്യുമ്പോൾ 112 വരും. ഇവിടെ റിമൈൻഡർ എത്രയാണ്? 13 ഇവിടെ റിമൈൻഡർ വരുന്നത്. പോയിന്റ് ഇട്ട് കൊടുത്തോളാം, 130 ആക്കിക്കോളാം. 130 ആയപ്പോൾ എന്താ? 16 × 8 ചെയ്തപ്പം നമുക്ക് നേരത്തെ 128 കിട്ടിയായിരുന്നു. അപ്പോൾ 7.8 ആൻസർ വരുന്നത്. അപ്പോൾ 7.8 മോറും ഉണ്ട്, 7.8 ലെസ്സും ഉണ്ട്. 7.8 ലെസ്സാണ് വരുന്നത്. കാരണം എന്താ? 160 സംബന്ധിച്ച് 147 ചെറുതാണ്. 12.5 കുറവാണ് എന്ത്? എ ആൻഡ് സിക്ക്. അപ്പോൾ ലെസ്സാണ് വരിക. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിളിനകത്ത് എന്താണ് 2 കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുക, എം എന്നും പി ക്യൂ. എം എൻ പി ക്യൂ. ഇൻ്റർസെക്റ്റ് അറ്റ് O എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ MO തന്നേക്കുന്നത് എത്രയാണ്? 9 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ON തന്നേക്കുന്നത് എത്രയാണ്?
5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ OQ തന്നേക്കുന്നത് എത്ര? 6 സെൻറ്റിമീറ്റർ. നമ്മളോട് ചോദിച്ചേക്കുന്ന OPയുടെ വാല്യൂ ചോദിച്ചേക്കുന്നത്. ഇത് ചെയ്യാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതായത് ഇക്വേഷൻ വരുന്നത് MO × ON ഈക്വൽ ടു എന്താണ്? PO × OQ എന്ന് വരും. അതായത് 9 × 5 ഈക്വൽ ടു OP അറിയത്തില്ല. OQൻ്റെ വാല്യൂ OP × 6. OP എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡഡ് ബൈ 6 ഇവിടെ വരും. 45 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്രയാണ്? 6 35 6 7 42 വരും. റിമൈൻഡർ എത്രയാണ്? 3 വരും. 0 ഇട്ട് കൊടുത്തോളാം. 0 ഇട്ടോ 6 0 ഇട്ട് കൊടുത്തോളാം. 6 5 30. 7.5 കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു റെക്ടാങ്കുലർ കോർട്ടിയാണ് 4 മീറ്ററും 95 സെൻറ്റിമീറ്റർ ലോങ്ങും 16 മീറ്റർ 65 സെൻറ്റിമീറ്റർ ബ്രോഡുമാണ്. ഇഫ് ഇറ്റ് ഈസ് ടു ബി പെയ്ഡ് വിത്ത് ദ സ്ക്വയർ ടൈൽസ് ഓഫ് സെയിം സൈസ്, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സച്ച് സ്ക്വയർ ടൈൽസ് റിക്വയർഡ് ടു പേവ് ദ റെക്ടാങ്കുലർ കോർട്ടിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം എന്താണ് മീറ്ററിലും കുറച്ച് സെൻറ്റിമീറ്ററിലും തന്നേക്കുന്നത്. എല്ലാം ഞാൻ മീറ്ററിലോട്ടാക്കുക, അല്ല സെൻറ്റിമീറ്ററിലോട്ടാക്കുക. അപ്പം 4 മീറ്റർ എന്നുള്ളത് എത്രയാണ്? 400 സെൻറ്റിമീറ്റർ. 400 സെൻറ്റിമീറ്ററും 95 സെൻറ്റിമീറ്ററോട് കൂടെ 495 സെൻറ്റിമീറ്ററാണ് നീളം വരുന്നത്. ഇനി വീതി എന്താ വരുന്നത്? 16 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 × 100 ചെയ്യുമ്പം 1600 വരും. 1665 സെൻറ്റിമീറ്ററാണ് ഇവിടെ വരുന്നത് വീതി. ഇനി ഇത് ഇവരുടെ എന്താണ്? ഇവിടെ HCF ആണ് കാണേണ്ടത്. അപ്പം ഇവിടെ ലീസ്റ്റ് എന്ന് കാണുമ്പോൾ എല്ലാവരും എന്താണ് LCM കണ്ടുപിടിക്കാൻ നോക്കും. കാരണം എന്താ? ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സച്ച് സ്ക്വയർ ടൈൽസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും കുറവ് ടൈൽസ് വേണം. അപ്പം ടൈൽസിൻ്റെ വലിപ്പം എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അതുകൊണ്ടെന്താണ് HCF ആണ് കാണേണ്ടത്. ഇതിൻ്റെ LCM എടുക്കുമ്പോൾ എത്രയാണ്? 495 16 65. 495 16 65 ഞാൻ എന്താണ് എനിക്ക് 5 കൊണ്ട് സുഖമായിട്ട് വെട്ടി കളയാൻ പറ്റും. അപ്പം 16 65 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ 999 വരും. ഇവിടെ 99 വരും. ഇത് രണ്ടിനും എന്താണ് എനിക്ക് 9 കൊണ്ട് വെട്ടി കളയാൻ പറ്റും. അപ്പം 999 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പം ഇവിടെ 11 വരും. ഇങ്ങനെ വരും. ഇനി എന്താണ് 11 111 കോമൺ ആയിട്ട് ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 5 × 9 എന്ത്? നമ്മുടെ HCF. അപ്പം 45 HCF വരുന്നത്. ഇത് ഒരു സ്ക്വയർ ടൈലിൻ്റെ ഒരു സൈഡാണ് 45 എന്ന് പറയുന്നത്. ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത് അങ്ങനെ എത്ര ടൈല് വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം മൊത്തം ഏരിയ ഡിവൈഡഡ് ബൈ ഒരു ടൈലിൻ്റെ ഏരിയ ചെയ്താൽ എന്താണ് നമുക്ക് എത്ര ടൈല് കിട്ടുമെന്ന് മനസ്സിലാവും, എത്ര ടൈല് വേണ്ടി വരും എന്ന് മനസ്സിലാവും. അപ്പം മൊത്തം ഏരിയ എത്രയാണ്? ഇത് 495 നീളവും 1665 വീതിയാണ്. അപ്പം 495 × 1665 മൊത്തം ഏരിയ വരും. ഡിവൈഡഡ് ബൈ ഒരു സൈഡ് അറിയാം 45. അപ്പം ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 45 × 45. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടും? 495 11 കൂടെ വെട്ടിപ്പോയാൽ ഇവിടെ 11. 495 45 കൂടെ വെട്ടിപ്പോയാൽ ഇവിടെ 11 വരും. പിന്നെ 45 1665 കൂടെ വെട്ടിപ്പോയാൽ എന്താ വരുന്നത്? 37 വരും. അപ്പോൾ 11 × 37 ഇത് എത്രയാണ്? 717 യൂണിറ്റ് ഡിജിറ്റ് 7 വരും. ഒരു വേറെ 877 ഉണ്ടല്ലോ അല്ലേ ഓപ്ഷനിൽ. 37 × 11 ചെയ്യുമ്പം എത്രയാണ്? 407 വരും. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് ഇന്ന റിലേഷൻ ബിറ്റ്വീൻ 2 കാൻഡിഡേറ്റ്സ് P ആൻഡ് Q. പിക്ക് എത്ര? 78% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്സ് കിട്ടി. ഇഫ് ദ ടോട്ടൽ വോട്ടേഴ്സ് ഓഫ് ദ ഇലക്ട്രേറ്റ് വാസ് എത്രയാണ്? 7,56,000 അല്ലേ? 10, 100, 1000, 10,000, 10 ലക്ഷം.
അപ്പം ഈ അല്ല 7 ലക്ഷത്തി അല്ല 75 ലക്ഷത്തി അല്ലേ 75,60,000. Then what was the number of valid votes that Q got if 10% of the voters did not cast their vote and 15% of the votes polled were declared invalid എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തം വോട്ട് എത്ര 75,60,000 ഇൻറ്റു 10% വോട്ട് 10% ഓഫ് ദ വോട്ടേഴ്സ് ഡിഡ് നോട്ട് കാസ്റ്റ്. അപ്പം 90% ആൾക്കാർ ചെയ്തു ഇൻറ്റു ഇനി 15% ആൾക്കാർ ഇൻവാലിഡാക്കി കളഞ്ഞു. അപ്പോൾ ബാക്കി എത്രയാണ് 85%. 85/100 ഇൻറ്റു അപ്പം ഇത്ര എന്താണ് ഇതാണ് ടോട്ടൽ വാലിഡ് വോട്ട്സ് വന്നേക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ then what was the number of votes that Q got എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിക്ക് 78% കിട്ടിയെങ്കിൽ ബാക്കി എത്രയാണ് ബാക്കി 22% അല്ലേ ക്യൂക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇൻറ്റു 22/100 കൂടി ചെയ്താൽ എന്താ ആൻസർ കിട്ടും. അപ്പം കിട്ടിപ്പോയി. അപ്പം 756 ഇൻറ്റു 90 9 ഇൻറ്റു 85 ഇൻറ്റു 22/10 വരും. 85 ഇതും കൂടെ വെട്ടിക്കളഞ്ഞ എത്രയാണ് 17 വരും. ഇവിടെ 2 വരും. 2 22 കൂടെ വെട്ടിക്കളഞ്ഞാൽ 11 വരും. ഇനി എന്താ ജസ്റ്റ് യൂണിറ്റ് നോക്കിയാൽ മതി. 1 7 7 7 9 63 63ൻ്റെ 3 എടുക്കുന്നു 3 6 3 18 8 യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ യൂണിറ്റ് ഡിജിറ്റ് 8 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനുള്ളൂ. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. എത്ര 12,72,348 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ in BCom there are 60% of girls and in BSc computer science there are 40% of boys. The total number of girls who took admission in BSc computer science and BCom course is what percentage of the total students admitted to the university എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മുടെ ഗേൾസിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ ഇവിടെ ഉണ്ടല്ലേ തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ബോയ്സ് ആൻഡ് ഗേൾസ് ഉള്ളതെന്ന് പറഞ്ഞാൽ 7,000 7,000 എന്താണ് 20% എടുത്തേക്കുന്ന ബികോംകാരാണ്. അപ്പോൾ എത്രയാണ് 1,400 പേര് ബികോം എടുത്തേക്കുന്നത്. ഈ 1,400 എങ്ങനെയാണ് സ്പ്ലിറ്റ് വൈകുന്നത്? 60% പെണ്ണുങ്ങളും 40% ആണുങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1,400 കൊണ്ട് 60% എടുക്കുമ്പോൾ എത്രയാണ്? അപ്പോൾ 840 14 ഇൻറ്റു 60 ചെയ്യുമ്പം 840 ഗേൾസും ബാക്കി 560 ആണുങ്ങളുമാണുള്ളത്. ഇത് ബികോമിൻ്റെ കേസ്. ഇനി കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതിന് 7,000 ഇൻറ്റു 25/100 വരുന്നത്. അപ്പോൾ 70 ഇൻറ്റു 25 ചെയ്യുമ്പോൾ എത്രയാണ്? ഇത് 1,750 വരും. ഇതിനകത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം ഗേൾസിനെയും ബോയ്സിനെയും. കമ്പ്യൂട്ടർ സയൻസ് എടുത്തേക്കുന്നത് 40% ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എത്രയാണ് 1,750 ഇൻറ്റു 40/100 ചെയ്യുമ്പോൾ 700 വരും. 700 ബോയ്സ് ബാക്കി 1,050 വരുന്നത്. 1,050 ഗേൾസുമാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് അഡ്മിറ്റഡ് ടു ദ യൂണിവേഴ്സിറ്റി ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഹൂ ടുക്ക് അഡ്മിഷൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BCom ഈസ് വാട്ട് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പം ഗേൾസിൻ്റെ കാര്യത്തിൽ നമുക്ക് മാത്രം മതി. 1,050 840 കൂടെ കൂട്ടി എത്രയാണ്? 0.
4 9 8 ഇതെന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ 7000-ൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റു 100. അപ്പം ഇതും വെട്ടിപ്പോയി 189/7 ചെയ്യുമ്പോൾ എത്ര? 27 എന്ന് പറയും. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ഒരു ട്രയാങ്കിളുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ ABC ആണെന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ അറ്റ് C. അപ്പം ABC റൈറ്റ് ആംഗിൾ അറ്റ് C. ടാൻ A എന്ന് പറയുന്നത് തന്നേക്കുന്നത് എത്ര? √3 ആണ് തന്നേക്കുന്നത്. ടാൻ്റെ ഇക്വേഷൻ എന്താ? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് BC, അഡ്ജസ്റ്റൻറ്റ് സൈഡ് AC ആണ്. അപ്പം ഇവിടെ എന്താ ഇതിനർത്ഥം എന്താ? √3 എന്ന് പറഞ്ഞാൽ എന്താ? √3/1 എന്നല്ലേ? അപ്പോൾ ഇത് √3, ഇത് 1 വന്നെടുത്തോളാം. അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട്. അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ടാൻ തീറ്റ =√3 ആണ്. അപ്പം ടാൻ്റെ ഏത് വാല്യൂവിലാണ് √3 വരുന്നത്? ടാൻ 60 ആണ് എന്ത് √3 വരുന്നത്. അപ്പം ഈ ആംഗിൾ A എന്താ? ഇത് 60 വരും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്താണ്? 30 വരും. ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത് sin A cos B ഇൻറ്റു cot A + B എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. sin 60 എടുക്കുമ്പോൾ √3/2 ഇൻറ്റു cos B, അതായത് cos 30 എത്രയാണ്? ഇത് തന്നെയല്ല വരുന്നത്. √3/2 ഇൻറ്റു cot A + B, അതായത് cot 90. cot 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പം 0 × 20 ചെയ്താലും എന്താ? 0 തന്നെയാണ് ഉത്തരം. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സോൾവ് ദ ഗിവൻ സെറ്റ് ഓഫ് 3 ഇക്വേഷൻസ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് അൺനോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. x + 2z എന്ന് പറയുന്നത് 3ഉം x + 2y + 3z എന്ന് പറയുന്നത് 5ഉം 3x - 5z = -13. ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഇതിനകത്ത് ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സിന് 0യും വൈക്ക് -1ഉമാണ്. ഇസഡിന് എത്ര? 2 കൊടുത്ത് നോക്കുക. അപ്പം x + 2z 0 + 2 × 2 ചെയ്യുമ്പോൾ എന്താണ്? 4 ആണ് വരുന്നത്. അപ്പം ഇത് ഈ ഓപ്ഷൻ വരത്തില്ല. ഇനി ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ചുമ്മാ ഈ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോളാം. അപ്പം എക്സിന് 2 + വൈക്ക് 0, 2 + 0 + 3 ഇസഡ് എന്താണ്? ഇസഡ് -1 ആണ്. 2 + 0 + -3 ചെയ്യുമ്പോൾ എത്രയാണ്? 5 വരുമെന്ന് നോക്കുക. 2 + 0 - 3 ചെയ്യുമ്പോൾ എത്രയാണ്? -1 ഉണ്ടാവുക. അപ്പം ഇത് വരത്തില്ല. ഈ ഓപ്ഷൻ വരത്തില്ല. ഇനി അവിടെ തന്നെ എന്താ? ആ ഇക്വേഷൻ തന്നെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തോളാം. എക്സിന് -1 + വൈക്ക് 0 ആയി. അപ്പം 0 + 3 × 2 6 = എത്രയാണ്? -1 + 6 എന്ന് പറയുന്നത് 5 വരും. 5 അല്ലേ ഇവിടെ വന്നേക്കുന്നത്? നോക്കി. ഇനി മുമ്പോട്ട് ചെയ്തു പോകേണ്ട കാര്യമില്ല. മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് പറഞ്ഞിരിക്കുന്നത് there are 2 pipes together they can fill the tank in 15 minutes. If one pipe can fill the tank in 1.5 times as fast as the other, the faster pipe alone can fill the tank in എത്ര നേരത്തിൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ടൈമിൻ്റെ റേഷ്യോ ആണ് ഇവിടെ തന്നേക്കുന്നത്. 1.5 എന്നാണ് പറഞ്ഞേക്കുന്നത്. പൈപ്പ് 1, ഇത് പൈപ്പ് 2. പൈപ്പ് 1 1 മണിക്കൂറും കൊണ്ട് ഫില്ല് ചെയ്യുമെങ്കിൽ എന്താണ്? 1.5 മണിക്കൂർ ഫാസ്റ്റാണെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയല്ല. പൈപ്പ് 2 1 മണിക്കൂർ എടുക്കുമെങ്കിൽ പൈപ്പ് 1 എത്രയാണ്? 1 മണിക്കൂറിനേക്കാളും 1.5 മണിക്കൂർ കൂടുതൽ എടുക്കും. അപ്പോൾ എത്രയാണ്? 1 2 2.5 മണിക്കൂർ ഇയാൾ എടുക്കും. ഇവിടെ ഈ ഫ്രാക്ഷനിൽ നിന്ന് മാറ്റുമ്പോൾ എത്രയാണ്? എല്ലാത്തിൻ്റെ 2.5യുടെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ അത് 5ഉം 2ഉം വരും. 5ഉം 2ഉം വരും. ഇത് ടൈമിൻ്റെ റേഷ്യോ. ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ ആക്കുമ്പോൾ എങ്ങനെയാണ്?
ഇത് തിരിഞ്ഞ് വരും 5:2 എന്ന് വരും. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ചെയ്യണ്ടേ. ഇത് ആണ് ഇവർ എടുക്കുന്ന സമയം. 5-ന് 2 ആണ് ഇവർ എടുക്കുന്ന സമയം. അപ്പം അതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ 10 വരും. ഇനി ഫാസ്റ്റർ റാങ്ക് 10/5 ചെയ്യുമ്പോൾ 2 എന്ന് വരും. സോറി, നമുക്ക് തെറ്റിപ്പോയി. ഇതല്ല ഇതിൻ്റെ എഫിഷ്യൻസി ആയിരിക്കും. സോറി, ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താണ്? എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്കിങ്ങനെ തിരിച്ചെടുക്കാം. 2:5 എന്ന് എടുക്കാം. ഇനി എന്താ, ഈ 2 പേരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ എഫിഷ്യൻസി 7 വരും. 2 പേരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ 15 മിനിറ്റ് എടുക്കുന്ന പറഞ്ഞത്. അപ്പം ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസിയാണ് എന്ത് ടൈം. ഇപ്പോൾ ഇവിടെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 15 മിനിറ്റ് തന്നിട്ടുണ്ട്. ഇൻറ്റു 2 പേരുടെ കൂടെ എഫിഷ്യൻസി 7 ചെയ്യുമ്പോഴാണ് എന്ത് ടോട്ടൽ വർക്ക് വരുന്നത്. ഇവിടെ 15 × 7 ചെയ്യുമ്പോൾ എത്രയാണ്? 105 വരും. 105 ഡിവൈഡ് ബൈ ഫാസ്റ്റർ ടാങ്കിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? ഇപ്പോഴും കിട്ടുന്നില്ലല്ലോ, എന്താ തെറ്റിപ്പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു കൊടുക്കാൻ തെറ്റിപ്പോയോ? They can fill the tank in 15. One pipe can fill the tank in 1.5 times ആണ്. ഞാൻ 2.5 times എന്നറിയാതെ എടുത്തു പോയി. 1.5 times ആണ്. നമുക്കൊന്നും എടുക്കാം. ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കുന്നത് എത്രയാണ്? ഇത് 1 and 1/2. ഇത് 1 ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ എത്രയാണ്? 1.5ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 3 വരത്തുള്ളൂ. ഞാനത് 5 എന്ന് എഴുതിപ്പോയി. അതാണ് പറ്റിപ്പോയത്. അപ്പം 3 വന്നു, ഇവിടെ 2 വന്നു. ഇതാണ് ഇവരുടെ ടൈമിൻ്റെ റേഷ്യോ. അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താ? 2/3 തിരിഞ്ഞ് വരും. 2/3 അല്ല, 2:3 തിരിഞ്ഞ് വരും. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അതായത് 2 പേരും കൂടെ ചെയ്യുമ്പോൾ എത്രയാണ്? 3 2 5 വരും. അവരുടെ ടോട്ടൽ എഫിഷ്യൻസി 5 വരും. 5 × 15 ടോട്ടൽ വർക്ക് വരുന്നത്. അത് ഡിവൈഡ് ബൈ ഫാസ്റ്റർ പൈപ്പിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. അല്ല, ഫാസ്റ്റർ പൈപ്പിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. ഡിവൈഡ് ബൈ 3 കൊടുത്താൽ മതി. അപ്പോൾ 3 × 5 ചെയ്യുമ്പോൾ 15 വരും. 5 × 5 25 മിനിറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ. എനിക്ക് തെറ്റിപ്പോയത് കാരണം ഞാൻ ഇത് 1.5-ന് പകരം എന്താണ് 2.5 എന്ന് എടുത്തു. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്യും. സെയിം ചെയ്ത മെത്തേഡ് തന്നെ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 1200 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു TV ക്ക് കടക്കാരൻ എത്ര? രണ്ട് ഡിസ്കൗണ്ട് കൊടുത്തു. 15%, 10%. അത് രണ്ടും കൂടെ കൊടുത്താൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, 1200 മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 15% പോയാൽ ബാക്കി എത്രയാണ്? 85/100 ഇൻറ്റു 10% പോയാൽ എത്രയാണ്? 90/100. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ എത്രയാണ്? 9 × 5 45. 45 ഇവിടെ 45 ഇൻറ്റു 45. 45-ൽ 5 എടുത്താൽ മതി. 5 × 2 ചെയ്യുമ്പോൾ 10 വരും. 10 ക്യാൻസലായി പോകും. അപ്പം യൂണിറ്റ് ഡിജിറ്റ് എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഈ 10ഉം 85 കൂടെ ഞാൻ 5 കൊണ്ട് വെട്ടുക. അപ്പം ഇവിടെ 2 വരും. ഇവിടെ 17 വരും. ഈ 2ഉം ഈ 6ഉം കൂടെ 2ഉം 12 കൂടെ വെട്ടുമ്പോൾ 6 വരും. ഇനി എന്താണ്, ഇനി യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. 6 7 42. 2 എടുത്താൽ മതി. 2 × 9 വരുമ്പോൾ എത്രയാണ്? 18 വരും. 8 എടുത്താൽ മതി. യൂണിറ്റ് ഡിജിറ്റ് 8 വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഔട്ട് ഓഫ് ദ നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫ്രം സ്റ്റേറ്റ് എക്സീസ് 2010 the ratio of male to female candidate is 5:7. The number of the female qualified candidate from state X എന്ന് പറയുന്നത് എത്രയാണ്? 2010 168. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് അപ്പിയർഡ് കാൻഡിഡേറ്റ്സ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രം സ്റ്റേറ്റ് എക്സീസ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ പോർഷൻ വേണം ഫില്ല് ചെയ്യാൻ. മെയിൽ ടു ഫീമെയിൽ കാൻഡിഡേറ്റ്സ് റേഷ്യോ തന്നിട്ടുണ്ട്. 5:7 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് മെയിൽ, ഇത് ഫീമെയിൽ. അതുപോലെ ഇഫ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും 168. അത് ഈ 7ന്റെ വാല്യൂ എന്ന് പറയുന്നത് 168 ആണെങ്കിൽ നമ്മോട് ചോദിച്ചേക്കുന്നത് എന്താ? 5ഉം 7ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 12ന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 1ന്റെ വാല്യൂ എന്താ? 1ന്റെ വാല്യൂ എന്നത് 168 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോഴാണ്.
അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 7 2s are 14 വരും, 2 റിമൈൻഡർ 7 4s are 28 മൊത്തം പോകും. 168 കംപ്ലീറ്റ്ലി ഡിവിസിബിളാണ്. അപ്പോൾ 12ൻ്റെ വാല്യൂ, 1ൻ്റെ വാല്യൂ 24 ആണെങ്കിൽ 12ൻ്റെ വാല്യൂ എന്താ? 12 × 24 ചെയ്താൽ മതി. അപ്പോൾ 12 × 24 ചെയ്താൽ എത്ര? 288 വരും. 288 തെറ്റിപ്പോയല്ലോ. ഓക്കെ, ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഔട്ട് ഓഫ് ദ നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ആണ്. അതായത് 60% പെർസെൻറ്റേജ് ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. അതായത് 60% വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. തന്നേക്കുന്നതല്ല, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച 288 എന്നുള്ളത്. നമുക്ക് 100% വാല്യൂ കാണേണ്ടത്. അത് ഇങ്ങനെ ചെയ്യണമെന്നില്ല. 60% വാല്യൂ എന്താണ്? 60% 3/5 എന്ന് എഴുതാം. അപ്പോൾ 3യുടെ വാല്യൂ ആണ് ഇപ്പോൾ തന്നേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട 5ൻ്റെ വാല്യൂ ആണ്. അപ്പം ജസ്റ്റ് ഇതൊന്ന് മാച്ചെഴുതുക. 3യുടെ വാല്യൂ ആണത്, 5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ 1ൻ്റെ വാല്യൂ എത്രയാണ്? 288 / 3. അപ്പം 3 9s are 27 വരും, 1 റിമൈൻഡർ 3 6s are 18 വരും, 96 ആണ് 1ൻ്റെ വാല്യൂ. അപ്പം 5ൻ്റെ വാല്യൂ എത്രയാണ്? 5 × 96 ചെയ്താൽ മതി. 96 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 418 കിട്ടും. ഇതാണ് ആൻസർ, ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചേക്കുന്നത് എന്താ? മൃദുല സ്റ്റാർട്ട്സ് ഹെർ ജോബ് വിത്ത് എ സർട്ടൻ മന്ത്ലി സാലറി ആൻഡ് ഏൺസ് എ ഫിക്സഡ് ഇൻക്രിമെൻറ്റ് എവരി ഇയർ എന്ന് പറഞ്ഞേക്കുന്നത്. ഓരോ വർഷത്തിലുമാണ് ഇൻക്രിമെൻറ്റ്. ഇഫ് ഹെർ സാലറി വാസ് 28,400 ആഫ്റ്റർ 6 years ആൻഡ് 52,997 ആഫ്റ്റർ 15 years, ഫൈൻ ഹെർ ആനുവൽ ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തി ജോലി തുടങ്ങിയപ്പം എത്രയുണ്ടായിരുന്നു? അത് 6 വർഷത്തിന് ശേഷം, 6 വർഷമല്ലേ, 6 yearsന് ശേഷം എത്ര? 28,400 15 വർഷത്തിന് ശേഷം, 6 yearsന് ശേഷം 24,400 15 വർഷത്തിന് ശേഷം എത്രയാണ്? 52,997 അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എന്തോരെ കൂട്ടുന്നതെന്ന് ചോദിച്ചേക്കുന്നത്, എന്തോരെ കൂടുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ ഗ്യാപ്പ് എത്രയാണ്? ഇത് 9 വർഷത്തെ ഗ്യാപ്പാണ്. 9 വർഷത്തെ ഗ്യാപ്പാണ്. ഇത് എത്ര? ഇതിൻ്റെ വ്യത്യാസം എത്ര? 28,400 52,997 പോയാൽ എത്രയാണ്? 28 10 38 38 10 48 48 4 52 54 48 4 52 ആവും. ഇവിടെ 52 997. അപ്പോൾ 52,400 ആയ എത്രയാണ്? കറക്റ്റ് 24,000 കൂടും. ഇനി 52,400 ആയ 24,000 കൂടും. ഇവിടെ 52,997. അപ്പം 500 600 700 800 900 500 കൂടി, 597 കൂടിയിരിക്കുന്നത്. 9 വർഷം കൊണ്ട് 9 വർഷം കൊണ്ട് എത്രയാണ്? 24,597 കൂടിയിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് എത്രയാണ് കൂടിയിരിക്കുന്നത്? 24,597 / 9 ചെയ്താൽ മതി. അപ്പം 7ഉം 2ഉം വെട്ടിപ്പോവാ. അത് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലേ. 9 × 2 ചെയ്യുമ്പോൾ എത്രയാണ്? 18 വരും. 18 റിമൈൻഡർ 6 വരും, 65 വരും. ഇനി 65ലേക്ക് എത്താൻ എന്ത് ചെയ്യണം? × 7 63. അപ്പം റിമൈൻഡർ എത്രയാണ്? 2 വരും. 29ലേക്ക് എത്തിക്കാൻ എത്രയാണ്? 9 × 3 27. അപ്പം ഇവിടെ എന്താ റിമൈൻഡർ? ഇവിടെ 2 വരും. ഇനി 9 × 3 27 വരും. ഒരു വർഷം കൊണ്ട് സാലറി എത്രയാണ്? 2,733 രൂപ വെച്ചാണ് ഇൻക്രിമെൻറ്റ് കൂടുന്നത്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ആവറേജ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ഓൾ 5 സ്റ്റുഡൻസ് ഇൻ മാത്തമാറ്റിക്സ് എന്നാണ് ചോദിച്ചത്.
അപ്പോൾ ഈ കോളം സം ചെയ്തെടുത്താൽ മതി. അപ്പോൾ 70 70 140 145 145 100 245 245 80 എത്രയാണ്? 325 325 5 330 330 ഒരു 80 കൂടെ 85 കൂടെ കൂട്ടിയെടുത്താൽ പോരെ? 80 85 കൂടെ കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണ്? 415 വരുന്നത്. അതെ, ടോട്ടൽ സം 415 വരുന്നത്. 415 ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 5 4 5 4 5 8 80 5 8 40 വരും. റിമൈൻഡർ 1 വരും. 15 83 ആൻസർ. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ? ദ ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയോ ഓഫ് എ സർക്കുലർ ട്രാക്ക് എന്ന് പറഞ്ഞ് 28 മീറ്ററും 25 മീറ്ററും റെസ്പെക്റ്റീവ്ലി. ദ കോസ്റ്റ് ഓഫ് ലേയിങ് ട്രാക്ക് അറ്റ് 28 രൂപ പെർ മീറ്റർ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയ ആണ് കാണേണ്ടത്. ആ ഒരു ഏരിയ കണ്ടിട്ട് ഇൻറ്റു 28 രൂപ കൊടുത്താൽ എന്താണ് നമുക്ക് മൊത്തം ട്രാക്ക് ടൈലിടുന്നതിൻ്റെ പൈസ കിട്ടും. ആ ഏരിയ കാണാൻ എന്ത് ചെയ്യേണ്ടത്? ഇത്രയത്തിൻ്റെ ഏരിയയിൽ നിന്ന് ഇത്രയത്തിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അതായത് 28 മീറ്റർ സ്ക്വയർ ആണ് പുറത്തെ റേഡിയ വരുന്നത്, 25 അകത്തെ ഇത് വരുന്നത്. അപ്പം പൈ ആർ സ്ക്വയർ അതല്ല പൈ ഇൻറ്റു 28 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു 25 സ്ക്വയർ ചെയ്താൽ മതി. അന്ന് പൈ പുറത്ത് വെച്ചാൽ എത്രയാണ്? പൈ എടുത്ത് പുറത്ത് വെച്ചാൽ 28 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ വരും. 28ൻ്റെ സ്ക്വയർ എത്രയാണ്? 28ൻ്റെ സ്ക്വയർ 784 784 കേട്ടോ. 784 മൈനസ് 25ൻ്റെ സ്ക്വയർ 625. ചെയ്യുമ്പോൾ എത്രയാണ്? 159 വരും. അപ്പോൾ പൈ ഇൻറ്റു 159 ഇൻറ്റു 28 ചെയ്താണ് ആൻസർ കിട്ടും. പൈന് എന്താണ് നമുക്ക് 22 പൈസ തന്നെ എഴുതാം. പൈസ തന്നെ എഴുതാം. 7 4 എന്ത് 28. ഇനി യൂണിറ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ എത്രയാണ്? 9 4 36. അപ്പോൾ 6 എടുത്താൽ മതി. 6 2 12. 2 അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷനുള്ളത് ഏതാണ്? 13,992. അതാണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ എ ഡിവിഷൻ ദ ഡിവൈസർ ഈസ് 4 times the quotient and 2 times the remainder. If the remainder is 32, then find the dividend എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഡിവിഷൻ പ്രോബ്ലത്തിൽ ഇവിടെ വരുന്നത് എന്താ? ഇത് ഡിവൈസർ, അകത്ത് വരുന്ന ഡിവിഡൻഡ്, മുകളിൽ വരുന്ന കോഷ്യൻ്റ്, അത് കഴിഞ്ഞ് റിമൈൻഡറാണ് താഴെ വരുന്ന റിമൈൻഡർ. അപ്പം തന്നേക്കുന്നത് ഡിവൈസർ ഈസ് 4 times the quotient എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനു മുമ്പ് എന്താ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവൈസർ ഇൻറ്റു ക്വാഷ്യൻ്റ് പ്ലസ് റിമൈൻഡറാണ്. അപ്പം ക്വാഷ്യൻ്റ് കെ ആണെങ്കിൽ ഡിവൈസർ എന്താ? 4K വരും. റിമൈൻഡർ തന്നേക്കുന്നത് 32 എന്ന് തന്നേക്കുന്നത് ഈക്വൽ ടു ഡിവിഡൻഡ് എന്താ? 2 times the remainder എന്ന് പറയുമ്പം എന്നാൽ പിന്നെ അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ. 2 times the remainder എന്ന് തന്നിട്ടുണ്ടെങ്കിൽ റിമൈൻഡറിൻ്റെ പകുതി എടുത്താൽ പോരെ? പകുതി അല്ല ഇരട്ടി എടുത്താൽ പോരെ? അപ്പം ഇത് 64 വരും. 64 വരും. ഇതെത്രയാണ്? 64 4 അത് എത്രയാണ്? 16 വരും. ഇവിടെ 32 വരും. അപ്പോൾ 64 × 16 ചെയ്യുമ്പോൾ എത്രയാണ്? 6 4 24. 24ഉം 24 2 26. യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 6 വരുന്നതാണ്. യൂണിറ്റ് ഡിജിറ്റിൽ 6 വരും. അപ്പോൾ ഓപ്ഷനിൽ ഒറ്റ ഓപ്ഷനുള്ളൂ, 1056 കറക്റ്റ് ആൻസർ. ഇവിടെ 32 റിമൈൻഡർ തന്നിട്ടുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയത്. കാരണം എന്താ? ഡിവൈസർ ഈസ് 4 times the quotient ആൻഡ് 2 times the remainder തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിന് പുറമെ റിമൈൻഡർ വേറെ തന്നിട്ടുണ്ട് 32. അപ്പം 32ൻ്റെ ഇരട്ടി എടുത്താൽ എനിക്കെന്താ ഡിവൈസർ കിട്ടി. അതിൻ്റെ 4 എടുത്താൽ ക്വാഷ്യൻ്റും കിട്ടി. അപ്പോൾ ഡിവിഡൻഡ് കാണാൻ എന്ത് ചെയ്യണ്ടേ? 64 × 16 + 32 ചെയ്താൽ മതി. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അതുൽ
വിഷ്ണു ഒരു റേസ് നടത്തിയപ്പം അതിൽ ഗീവ് എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞേക്കുന്നത്. 900 മീറ്ററാണ് റേസ് ലെങ്ത്ത്. പക്ഷേ എന്താ 135 മീറ്റർ ദൂരവ്യത്യാസത്തിൽ അതിൽ ജയിച്ചു. അതായത് അതിൽ ഇവിടുന്ന് ഓടി തുടങ്ങി വിഷ്ണു അല്ല അങ്ങനെയല്ലല്ലോ അല്ലേ. അതായത് വിഷ്ണു ഓടിക്കഴിഞ്ഞ് 20 സെക്കൻഡ് കഴിഞ്ഞാണ് അതിൽ ഓടിയത്. പക്ഷേ എന്താണ് 135 മീറ്റർ വ്യത്യാസത്തിൽ അതിൽ ജയിച്ചു 900 മീറ്റർ റേസിൽ. എന്നാൽ ആ റേസ് ഒന്നുകൂടെ നടത്തിയപ്പോൾ എന്താണ് അതിൽ ഗീവ് എ സ്റ്റാർട്ട് ഓഫ് 189 മീറ്റർ ആൻഡ് ബീറ്റ്സ് ഹിം ബൈ 8 സെക്കൻഡ്. ഇൻ ഹൗ മച്ച് ടൈം വിൽ വിഷ്ണു കംപ്ലീറ്റ് ദ റേസ് 900 മീറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുക. ഇവിടെ എന്താ അപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ കേസ് മാത്രം എടുക്കുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ കേസ് എടുക്കുമ്പോൾ വിഷ്ണു അതിൽ ടി സെക്കൻഡ് കൊണ്ട് ഓടി എന്ന് വെച്ചോ. അതിൽ ടി സെക്കൻഡ് കൊണ്ട് ഓടി. ടി സെക്കൻഡിനേക്കാളും 20 സെക്കൻഡ് കൂടുതലെടുത്തു വിഷ്ണു ഓടാൻ. പക്ഷേ പുള്ളി എന്താണ് 900 മീറ്റർ മൊത്തം ഓടിയില്ല, 765 മീറ്റർ കൂടിയുള്ളൂ. ഇനി സെക്കൻഡ് കേസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്താണ് അതിൽ ടി സെക്കൻഡ് കൊണ്ട് ഓടി. പക്ഷേ വിഷ്ണു എന്താണ് 8 സെക്കൻഡ് കൂടുതലെടുത്തു. എന്നിട്ടും പുള്ളി എന്താണ് 135 മീറ്റർ കുറവാണ്. 135 മീറ്റർ പുറകിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പം ബാക്കി എത്ര ഓടിയുള്ളൂ? 711 മീറ്റർ അയാൾ ഓടിയുള്ളൂ. ഇവിടെ ഇപ്പോൾ 2 ഇക്വേഷനും ഒരു വേരിയബിളുമായി. ടി ആണ് വേരിയബിൾ. ഞാനിവിടെ ടി കളയാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഇത് 2 ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുക. അപ്പം ടിയും പോയി 20 8 പോയി എത്രയാണ് 12 സെക്കൻഡ് കിട്ടും. 12 സെക്കൻഡ് കൊണ്ട് ഇയാൾ എന്തോരം ഓടി? 54 മീറ്റർ ഓടിയുള്ളൂ. അപ്പോൾ ഇവിടെ 12 സെക്കൻഡ് കൊണ്ട് 54 മീറ്റർ കവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിഷ്ണുവിൻ്റെ സ്പീഡാണ്. അപ്പം വിഷ്ണുവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 54/12 വരും. നമ്മോട് ചോദിച്ചേക്കുന്നത് 900 മീറ്റർ, അതായത് റേസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വിഷ്ണു എടുക്കുന്ന ടൈം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, 900/54/12 ചെയ്താൽ മതി. എന്താ ഇവിടെ ഇൻറ്റു 12/54 എന്ന് വരും. ഇവിടെ 900-നെ 54-നെ എന്താണ് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്രയാണ് 300 വരും. ഇവിടെ 18 വരും. ഇനി 3 കൊണ്ട് കിട്ടുമ്പോൾ എത്ര? ഇവിടെ 100 വരും. 18/3 6 വരും. 6 2. അപ്പോൾ 200 സെക്കൻഡ് എന്നാണ് വരുന്നത്. 200 സെക്കൻഡിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? അപ്പം 200 സെക്കൻഡിൽ 150 സെക്കൻഡ് ആകുമ്പോൾ എന്താണ് 3 മിനിറ്റ് ആവും. ബാക്കി എത്രയേ ഉള്ളൂ? 20 സെക്കൻഡും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ പുള്ളി എത്ര 3 മിനിറ്റ് 20 സെക്കൻഡും കൊണ്ടായി ഓടി തീർക്കുന്നു. അപ്പോൾ എന്താ ഈ മെത്തേഡ് ചെയ്താലേ എന്ത് പെട്ടെന്ന് ആൻസർ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി കറങ്ങണം, ഒത്തിരി കണക്ക് കൂട്ടിയെടുത്താൽ, ഒത്തിരി ഇക്വേഷനൊക്കെ എഴുതി അതിനകത്ത് കണക്ക് കൂട്ടിയെടുത്താലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? വിഷ്ണുവിൻ്റെ 2 റേസിലും സ്പീഡ് സെയിം ആയിരിക്കും. അത് ഇക്വേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? എ സം ഓഫ് മണി ഈസ് ഡിവൈഡഡ് എമൗണ്ട് PQ R at S. അവരുടെ പ്രപ്പോർഷൻസ് ഉണ്ട് 4:9:2:3 ആണ്. ഇഫ് Q ഗെറ്റ്സ് 560 then R, the share of S is. അങ്ങനെയാണല്ലോ അല്ലേ. ഇഫ് Q ഗെറ്റ്സ് 560 മോർ ദാൻ R. ഓക്കെ. അപ്പം 4:9:2:3. അതായത് PQ R and S. Q ഗെറ്റ്സ് 560 മോർ ദാൻ R എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒപ്പം അതിന് 2 7ൻ്റെ വാല്യൂ ആണ് 560. നമ്മളോട് ചോദിച്ചേക്കുന്നത് എസിൻ്റെ ഷെയർ എത്രയാണ്? എസിൻ്റെ 3ൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ സാധനം. 7 8 56. അപ്പം 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 80. അപ്പം 3 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 80 ചെയ്താൽ മതി. അപ്പോൾ എത്ര? 8 24 240
2A ആണ് എസിൻ്റെ ഷെയർ. ഇവിടെ എന്താ ഈ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മാത്സിലെ. അടുത്ത ദിവസം വേറൊരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് പോരാം.